പ്രിൻസിപ്പൽ സംസാരിക്കും. ആദ്യമേ തന്നെ ചോദ്യങ്ങൾ ഉന്നയിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതങ്ങ് മനസ്സിൽ വെച്ചേച്ചാ മതി. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേട്ടോണം അംഗീകരിച്ചോണമെന്ന ഫാസിസം ഞങ്ങളുടെ മേളിൽ അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾ കേരളീയർ നിങ്ങളുടെ അടിമകളാണോ? ഞങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങളുടെ മതാചാരപ്രകാരം ശിരോവസ്ത്രവും ധരിച്ച് ഈ ലോകത്ത് ഏത് ഓഫീസുകളിലും എവിടെയും നിങ്ങൾക്ക് കയറി ചെല്ലാം. പക്ഷേ മറ്റുള്ള മതക്കാർ അവരുടെ ആചാരമനുസരിച്ച് ശിരോവസ്ത്രം ധരിച്ച് നിങ്ങളുടെ സ്ഥാപനത്തിൽ കയറി വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ജെറൂസലേം ദേവാലയത്തിൽ നിന്ന് കച്ചവടക്കാരെ അടിച്ച് പുറത്താക്കി യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ കന്യാസ്ത്രീകളും പുരോഹിതന്മാരും കച്ചവടം ചെയ്ത് വിദ്യാഭ്യാസ കച്ചവടം ചെയ്ത് ആശുപത്രി കച്ചവടം ചെയ്തും പണം സമ്പാദിക്കണമെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുമാത്രമാണോ യേശുക്രിസ്തു വിവാഹം കഴിക്കാതെ മരിച്ചതുകൊണ്ട് ഇവിടുത്തെ സ്ത്രീജനങ്ങളെല്ലാം കന്യാസ്ത്രീകളായി ജീവിക്കണമെന്നും നിത്യകന്യകളായി ജീവിക്കണമെന്നും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ വൈദികന്മാരുടെ കാമസമ്പൂർത്തിക്ക് വേണ്ടി അവർ സമ്മാനിച്ച വെപ്പാട്ടി പദവിയില്ല ഈ കന്യാസ്ത്രീ പദവി. നിങ്ങൾ ഓർത്തോണം. അല്ലെന്ന് നിങ്ങൾക്ക് നിഷേധിക്കാമോ? നിഷേധിക്കാമെങ്കിൽ സിസ്റ്റർ സ്റ്റെഫിയും ജോസഫ് കോട്ടൂരാനും എന്തിന് സിസ്റ്റർ അഫയെ കൊന്നു? ഫ്രാങ്കോ മുളയ്ക്കൽ ഞങ്ങളെ പീഡിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കന്യാസ്ത്രീമാർ എന്തിന് എറണാകുളത്ത് ഹൈക്കോടതി ജംഗ്ഷനിൽ സർക്കാരെ രക്ഷിക്കണമെന്നും പറഞ്ഞു പോയി സമരത്തിലിരുന്നു? അതുമല്ലെങ്കിൽ ചോദിച്ചോട്ടെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പ്രചരിപ്പിക്കുന്ന അന്യമത വിദ്വേഷ ഫാസിസം തിരിഞ്ഞുകൊത്തുമ്പോൾ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാർ പോയി അനുഭവിച്ചതുപോലെ അനുഭവിക്കുമ്പോൾ ഈ പല്ലിളിപ്പും ചിരിയും അക്ഷരസ്ഫുടതയും അന്നേരവും നിങ്ങൾ നല്ലോണം കാണിക്കണം.